അപ്പോൾ ഇന്നത്തെ സ്കിൻ കെയർ ടിപ്പ് എന്താണെന്നല്ലേ, വേറൊന്നുമല്ല. നിങ്ങൾ ഹെയറിൽ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ടല്ലോ, ഫേസിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? വീട്ടിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ട് നോർമലി എങ്ങനെ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ സാധനം കേട്ടോ. അതിന് വേണ്ടത് ഒരു 2 സ്പൂൺ വരുന്ന ഗോതമ്പാവ് എടുക്കുക. നല്ല ക്വാളിറ്റി ആയിരിക്കും, വീട്ടിൽ പൊടിച്ചാണെങ്കിൽ അത്രയും നല്ലത്. അതിലേക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര, വേണ്ടേ വേണ്ട ഓർഗാനിക് വരുന്ന അലോവേര തന്നെ യൂസ് ചെയ്യണം, കളർലെസ്. കാരണം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബോട്ടക്സ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവത്തില്ല. അപ്പോൾ ഓർഗാനിക് വരുന്ന അലോവേര എടുക്കുക. എത്ര സ്പൂൺ? 1.25 സ്പൂൺ എടുക്കുക. പിന്നെ ഫ്ലാക്സ് സീഡ് ജെൽ, അത് ഒന്നുകിൽ വാങ്ങിക്കാം അല്ലെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇതിനു മുന്നേ ഞാൻ വിട്ടിട്ടുണ്ട്, ഹെയറിന് മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യുക. അതിന് വേണ്ട ഒരു 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആർഗൺ ഓയിൽ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഒരു 3-4 ഡ്രോപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഫേസിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പാക്ക് ആയിരിക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചെയ്യുമ്പോൾ ഗോതമ്പ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഒത്തിരി വേണ്ട. പക്ഷേ ഇത്രയുമാണ് കറക്റ്റ് ഞാൻ എടുക്കുന്ന ഈ രീതിയിലാണ്. ഈ നെക്കിൻ്റെ ഈ ഒരു പോർഷൻ തൊട്ട് ഫേസ് വരെ ഇട്ടേക്കണം, അല്ലാതെ ഈ ഇത്രയും മാത്രം ഇട്ട് കവർ ചെയ്യരുത്. ഇത്രയും ഇട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഇട്ട് തണുത്ത വെള്ളമോട്ട് എന്തെങ്കിലും ഒന്ന് വാഷ് ചെയ്യണം. ഡ്രൈ ആയി കഴിഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഗോതമ്പ് മാവായിട്ട് ടാൻ മാറാനും ബെസ്റ്റ് പ്രോഡക്റ്റാണ് കേട്ടോ ഗോതമ്പ് മാവ്. വീട്ടിൽ ചപ്പാത്തി പരത്തുന്ന ടൈമിൽ മാവ് ബാക്കിയുള്ള ഉപ്പിട്ട ഗോതമ്പ് മാവ് ബാക്കി വരത്തില്ലേ, അതെടുത്ത് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി കൈ നല്ല ഭംഗിയായിട്ടിരിക്കും, ക്ലീൻ ആയിരിക്കും. ഉപ്പിട്ട സാധനം എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട, അതുകൊണ്ടാണ് കയ്യിലെ കാര്യം പറഞ്ഞത്. കയ്യിൽ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് അത് നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ തൊട്ട് ഇത്ര ഇടാം, നല്ല ചേഞ്ച് കിട്ടും. വീട്ടിൽ ഡെയിലി ചപ്പാത്തി പരത്തുന്നവർക്ക് ഉറപ്പായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് വീക്ക്ലി 2 or 3 1-2 ദിവസങ്ങളിൽ യൂസ് ചെയ്ത് നോക്കിയേ. ബോട്ടക്സ് ആണ്, സ്കിന്നൊന്ന് ടൈറ്റ് ആവാനും ഫേസിലെ ഡാമേജ് മാറി പിഗ്മെൻറ്റേഷൻ മാറാനും മെയിനായിട്ട് ഇതാണ്. സ്കിന്നൊന്ന് ടൈറ്റ്നസ് അതിന് വേണ്ടിയിട്ടാണ്, ടൈറ്റ് ആവാൻ വേണ്ടി ബെസ്റ്റാണ്. പിന്നെ പിഗ്മെൻറ്റേഷൻ ഡാമേജ് മാറാൻ ബെസ്റ്റ് വണ്ണാണ്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നാളത്തെ ബിഗ് ബോസിൽ ആരായിരിക്കും വിജയ്, ആരെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഞാൻ ഇടയ്ക്ക് ഈ ഒരു ആഡ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കണ്ടു തുടങ്ങിയാണ്. അനുമോൾ, അനീഷ്, ഈ ഒരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നു. പിന്നെ ആരാ, ഷനവാസ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. നിങ്ങൾക്ക് ആരെന്ന് തോന്നുന്നു ജയിക്കാൻ? എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ പരസ്യം അമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം ഇതാണ് കേട്ടോ, ആര് ജയിക്കും. ഇപ്പോൾ എന്താ പറയുക, ടി വിയും ഫുള്ളായിട്ട് കണ്ടപ്പോൾ ഇന്നത് ചർച്ച ചെയ്തായിരുന്നു, അതുകൊണ്ടൊന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത് കാണാം. ഇത്രയും കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി.